പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചുവരയെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ദൈവമക്കളെ, ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന്, നമ്മുടെ തലമുറയിൽ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന വലിയൊരു ശക്തി ആഭിചാര്യത്തിന്റെയും മന്ത്രവാദത്തിന്റെയും കൂടോത്രത്തിന്റെയും അങ്ങനെയുള്ള പല പല തിന്മയുടെ ശക്തികളിൽ നിന്ന് ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛൻ ഇന്ന് ഇത് പറയാനുള്ള കാരണം, ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന തുടങ്ങിയ ശേഷമൊക്കെ അനേകം മക്കള് വിളിച്ച് പറയണ്ടായി, ആഭിചാര്യം, കൈവിഷം, അല്ലെങ്കിൽ വീട്ടില് മുട്ട, അല്ലെങ്കിൽ തകിട്, ഏലസ്, ആഭിചാര വസ്തുക്കള്, അല്ലെങ്കിൽ ചാത്തൻ സേവ ചെയ്യുന്ന ചില സംഭവങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പല പല ആധിപത്യങ്ങള്, ശക്തികള് കുടുംബത്തില് കണ്ടു. അതിനുശേഷം കുടുംബത്തില് പല പല പ്രശ്നങ്ങള്, സംഭവങ്ങള്, മക്കളുടെ തോൽവി, കുടുംബത്തിൽ കലഹം, സമാധാനമില്ല, കൂദാശ ജീവിതമില്ല, അകപ്പാടെ പ്രശ്നങ്ങൾ. അതിന്റെ പേരില് ചില ആളുകൾ വന്ന് അവിടുന്ന് മാന്തി എടുത്തു കൊണ്ടുപോയി, കുഴിച്ചെടുത്ത് കൊണ്ടുപോയി. അങ്ങനെ ഈ ആഭിചാര്യ വസ്തുക്കളുമായിട്ട് അല്ലെങ്കിൽ ആഭിചാര്യ പ്രവൃത്തികളുമായിട്ട് ബന്ധപ്പെട്ട സ്വാധീനങ്ങള്, ശക്തികള് അനുഭവിക്കുന്ന അനേകം മക്കളുടെ വേദന നിറഞ്ഞ അനുഭവങ്ങള് പറയുകയുണ്ടായി. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയുണ്ടായി. അനേക മക്കള് അച്ഛനെ കാണാനും ധ്യാനത്തിനും വന്നൊക്കെ പറയണ്ടായി. ഇന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇത് നമ്മുടെ മാത്രമല്ല, നമ്മുടെ പൂർവികരുടെ സമയത്ത് നമ്മുടെ കുടവൃക്ഷത്തിലേക്ക് കടന്നു വന്ന ഈ തലത്തിലുള്ള ശക്തികളെ, അധികാരങ്ങളെ, ആധിപത്യങ്ങളെ, ചില അവകാശങ്ങളെ ചിലപ്പോൾ നമുക്കെതിരെ ചെയ്തതായിരിക്കാം, നമ്മുടെ കുടുംബാംഗങ്ങൾ പോയി ചെയ്തതായിരിക്കാം. ചില സംഭവങ്ങൾ തീർക്കാൻ വേണ്ടി ആരോ പറഞ്ഞു, അവിടെ പോയി ഇവിടെ പോയി അത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടു. അങ്ങനെ നമ്മുടെ പൂർവികരായിട്ടോ കാർന്നോമാരായിട്ടോ നമ്മുടെ കുടുംബവൃക്ഷത്തില് ജീവിച്ച് മരിച്ചു പോയവരുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള പ്രവൃത്തികളിലൂടെ നമ്മൾ ചെയ്തു, നമ്മുടെ കുടുംബത്തിനെതിരെ ചെയ്തു. അതിലൂടെയൊക്കെ വന്ന ചില ആധിപത്യങ്ങൾ നമുക്കറിയാം. ഇതൊക്കെ പിശാചിനെ വിളിച്ചു വരുത്തുന്ന ചില പ്രവൃത്തികൾ. ആഭിചാരം, കൂടോത്രം, മന്ത്രവാദം, ചാത്തൻ സേവ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പല പല പ്രവൃത്തികൾ പിശാചിന് അവകാശം കൊടുക്കുന്ന കാര്യങ്ങൾ. ഈ പൈശാചിക ശക്തികള് നമുക്കറിയാം, ആത്മാവാണ് ജീവൻ തരുന്നത്. ഈശോ പറഞ്ഞില്ലേ, യോഹന്നാൻ 6:63, ആത്മാവാണ് ജീവൻ തരുന്നത്. ഈ പ്രവൃത്തികളിലൂടെ വിളിച്ചു വരുത്ത ആത്മാവ്, പൈശാചിക ശക്തികള് നമ്മുടെ കുടുംബത്തിന്റെ മേല്, മക്കളുടെ മേല്, തലമുറയുടെ മേല്, പാരമ്പര്യത്തിന്റെ മേല്, ജോലി, ബിസിനസ്, സാമ്പത്തിക മേഖല, കുടുംബജീവിതം, മക്കളുടെ സ്വഭാവം, എല്ലാറ്റിന്റെ മേല് ഒരു അധികാരം സ്ഥാപിക്കും. ഇങ്ങനെ അധികാരം സ്ഥാപിച്ചാൽ ഈ അധികാരം സ്ഥാപിക്കുന്ന പിശാച് അതിന്റെ സ്വഭാവം കാണിക്കും. അവൻ ചിലപ്പോ താൽക്കാലികമായിട്ട് ചില നേട്ടങ്ങളൊക്കെ ഇതിലൂടെ കൊടുത്തേക്കാം. പക്ഷെ അവൻ ആത്യന്തികമായിട്ടും കൊല്ലുക, നശിപ്പിക്കുക, ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മിലൂടെയോ നമ്മുടെ പൂർവികരിലൂടെയോ നമ്മുടെ കുടുംബത്തിനെതിരെ ആരെങ്കിലും ഒക്കെ ചെയ്തതിലൂടെയോ നമ്മുടെ വീട്ടിലേക്കോ മണ്ണിലേക്കോ നമ്മുടെ ജീവിതത്തിലേക്കോ കടന്നു വന്നിട്ടുള്ള പൈശാചിക ശക്തികളെ, ആഭിചാര്യ ശക്തികളെ, സർപ്പദോഷത്തിന്റെ ശക്തികളെ, ഇനി ചില പറയും കൈവിഷം കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ പേര് പറഞ്ഞു, കൈവിഷം കൊടുത്തിട്ടുണ്ട്, വയറ്റിൽ ചെന്നിട്ടുണ്ട്. അങ്ങനെ അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു, പലതും പറഞ്ഞിട്ടുണ്ട്. നമുക്കിന്ന് കർത്താവിന്റെ ശക്തി, അച്ഛൻ എപ്പോഴും പറയും, കർത്താവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറയുമ്പോ
മറ്റെല്ലാ ആത്മാക്കളും വിട്ടുപോകും. ഞാൻ ഈ വിടുതലിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെ പറയും? പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ നമ്മിലുള്ള മറ്റാത്മാക്കൾക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല, വിട്ടുപോകും. പ്രകാശം നിറയുമ്പോ അന്ധകാരം താനേ മാറിപ്പോകുന്നത് പോലെ പ്രിയപ്പെട്ട മക്കളെ, ദൈവാത്മാവിന്റെ ശക്തി, കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ ശക്തി, അവിടുത്തെ നാമത്തിന്റെ ശക്തി, ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും അടങ്ങുന്ന യേശുനാമത്തിന്റെ ശക്തി, കുരിശുമരണത്തിന്റെ ശക്തി, ദിവ്യകാരുണ്യത്തിന്റെ ശക്തി, തിരുരക്തത്തിന്റെ ശക്തി, ആധിപത്യങ്ങളെയും അധികാരങ്ങളും നിരായുധമാക്കിയ കർത്താവിന്റെ രക്ഷാകര പ്രവൃത്തിയുടെ ശക്തി പ്രകടമായാൽ ഇതെല്ലാം വിട്ടുമാറി. ചില ആൾക്കാർ ഇനി ആരെങ്കിലും കൊണ്ടുവന്ന്, കുറെ ബ്രദർമാരും കുറെ ആളുകളുണ്ട്, ഇവര് വന്നിട്ട് അത് മാന്തി എടുത്തോണ്ട് പോകും. ഇവിടെ വരെ വസ്തു മാറിയിട്ട് കാര്യമില്ല. ആ വസ്തുവിലൂടെ നമ്മുടെ കുടുംബത്തിന് മേല്, ജീവിതത്തിന് മേല് ആധിപത്യം ഉറപ്പിച്ച, അല്ലെങ്കിൽ ആധിപത്യത്തിന് വേണ്ടി ചെയ്ത ആ രൂപയുണ്ടല്ലോ, അത് വിട്ടുപോകണമെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യം നിറയണം, കർത്താവിന്റെ ശക്തി നിറയണം, കർത്താവിന്റെ കൃപ നിറയണം, പ്രകാശം നിറയണം, പരിശുദ്ധാത്മാവ് നിറയണം. അതിനാണ് നമ്മുടെ ബഹിഷ്കരണ പ്രാർത്ഥനകളും വെഞ്ചിരിപ്പുകളും കൂദാശ പരികർമ്മങ്ങളും ബലിയർപ്പണങ്ങളും ദിവ്യകാരുണ്യത്തിന്റെ സജീവ സാന്നിധ്യവും പരിശുദ്ധമ്മ, യോസേപ്പ് പിതാവ്, വിശുദ്ധര്, മാലാഖമാര്, ഇവരൊക്കെ നിറയപ്പെട്ട ഒരു സാന്നിധ്യം മാറണം. വസ്തു മാറിയിട്ട് കാര്യമില്ല, ഈ ആത്മാക്കൾ വിട്ടുപോകണം. അത് ഞാൻ പറയും, വസ്തു അവിടെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, ആ വസ്തുവിലുള്ള ആത്മാവിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കണം. ബ്രദർമാര് വന്നിട്ട് വസ്തു എടുത്തോണ്ട് പോകും, പക്ഷെ ആത്മാവിനെ ബന്ധിച്ച് ബഹിഷ്കരിക്കാൻ സാധിക്കാത്തിടത്തോളം കാലം വസ്തു പോയാലും ഈ ആത്മാവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. അതിന് നമുക്ക് സഭ നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ബലിയുടെ യോഗ്യതയില്, ദിവ്യകാരുണ്യ ശക്തിയില്, സഭയുടെ ഔദ്യോഗിക ബഹിഷ്കരണ പ്രാർത്ഥനയില് നമുക്ക് തന്നെ വിശുദ്ധിയോടെ ബലി അർപ്പിച്ച് കർത്താവിനെ സ്വീകരിച്ചിട്ട് ആ സാന്നിധ്യം അർപ്പിച്ചുകൊണ്ട് നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മിൽ നിറച്ചുകൊണ്ട് ഈ വിടുതൽ നമ്മൾ പ്രാപിച്ചെടുക്കും. നമ്മൾ ഇന്ന് ആരാധനയില് ഈ ആഭിചാര്യ, മന്ത്രവാദ, കൂടോത്ര, സർപ്പദോഷ, കൈവീക്ഷ ശക്തികളിൽ നിന്ന് ഒരു വിടുതലിന് വേണ്ടി ദിവ്യകാരുണ്യ സന്നിധിയില് നമ്മുടെ കുടുംബത്തെ, പാരമ്പര്യത്തെ, തലമുറയെ, വീടിനെ, മണ്ണിനൊക്കെ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, അടുത്ത മാസം നമ്മള് പ്രത്യേകമായ വിടുതൽ പ്രാർത്ഥനകളും സംരക്ഷണ പ്രാർത്ഥനകളും ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിതങ്ങളെ ആധിപത്യം, അടിമത്തം ഉറപ്പിച്ച് ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ ശക്തികളെയും നിരന്തരമായ ഔദ്യോഗിക ബഹിഷ്കരണ പ്രാർത്ഥനയിലൂടെ നമ്മൾ ഒരു വലിയ വിമോചനത്തിലേക്ക് നമ്മെ കൊണ്ടുവരും, നമ്മുടെ കുടുംബത്തെ കൊണ്ടുവരും. അതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. ഇത് നിരന്തരമായിട്ട് ചെയ്യണം മക്കളെ. അച്ഛൻ പറഞ്ഞില്ലേ, ഒരു ആത്മീയ പോരാട്ടം എന്ന് നടക്കുന്നുണ്ട്. സോ വി ഹാവ് ടു ഫൈറ്റ് സ്പിരിച്വലി. ആത്മീയമായി തന്നെ നമ്മൾ പോരാടണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലും ആരാധനയിലും ദിവ്യകാരുണ്യ യാത്രകളിലും ഈ കർത്താവിന്റെ ശക്തി പ്രകടമാക്കി ആധിപത്യങ്ങളെ, അധികാരങ്ങളെ നിരായുധമാക്കിക്കൊണ്ട് കർത്താവ് നൽകുന്ന കുരിശുമരണത്തിന്റെ ശക്തിയിലൂടെ, ഈ പരിശുദ്ധ കുർബാനയിലൂടെ, ദിവ്യകാരുണ്യ ശക്തിയിലൂടെ, സാന്നിധ്യത്തിലൂടെ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിച്ചുകൊണ്ട് പുതിയൊരു അഭിഷേകവും പുതിയൊരു വിടുതലും പുതിയൊരു ജീവന സമൃദ്ധിയും ആത്മാവിനെ മാറ്റുന്ന, മാറ്റിസ്ഥാപിക്കുന്ന വലിയൊരു വിടുതലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ മക്കളെയും ഈ വലിയൊരു വിടുതൽ നൽകി ഇന്ന് അനുഗ്രഹിക്കട്ടെ. പിന്നെ നമ്മൾ ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? പ്രകാശത്തെ നിറച്ച് കർത്താവിനെ കൂടെ നിർത്തി, പരിശുദ്ധാത്മാവിനെ ഉണർത്തി, പരിശുദ്ധ അമ്മയെ കൂടെ നിർത്തി, സ്വർഗത്തെ കൂടെ നിർത്തി, മിഖായേൽ മാലാഖയെ കൂടെ നിർത്തി, വിശുദ്ധരെ കൂടെ നിർത്തി, നമ്മൾ വേറൊരു ആത്മാവിനും കടന്നു വരാനിടയാകാത്ത വിധം ദൈവാത്മാവിനാലും സ്വർഗീയരാലും കർത്താവിന്റെ സാന്നിധ്യ ശക്തിയാലും കുരിശുമരണത്തിന്റെ നിരന്തരമായ ബലിയർപ്പണത്തിന്റെ ശക്തിയാലും നമ്മുടെ ജീവിതത്തെ നമ്മൾ ഉറപ്പിച്ചു നിർത്തണം. കാരണം ഒരു കാര്യം അച്ഛൻ പറയാം, ഇന്ന് നമുക്കെതിരെ, ദൈവമക്കൾക്കെതിരെ ആഭിചാര്യം, മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രവൃത്തി, മീഡിയ, കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന പിശാചിന്റെ പ്രവൃത്തികൾ അതുപോലെ പ്രബലമാണ്, ശക്തമാണ്. സോ നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ ഉറപ്പിക്കണം. സോ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ദൈവികാന സന്നിധിയിൽ നമുക്കായിരിക്കാം. പ്രിയപ്പെട്ട മക്കൾ, അച്ഛൻ പറയുന്ന സന്ദേശങ്ങള്, കർത്താവ് പറയുന്ന, നമ്മോട് പറയുന്ന കാര്യങ്ങളാണ്. അത് ഉൾക്കൊണ്ട് ജീവിതത്തെ പരിശോധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ മക്കളെയും വസിക്കുന്ന വീടും വീടിരിക്കുന്ന മണ്ണും സാമ്പത്തിക മേഖല, ജോലി മേഖല, കുടുംബജീവിതം, മക്കളുടെ പഠനം എല്ലാം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇത് പ്രത്യേകമാവിധത്തില് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ആഭിചാര്യത്തിന്റെ, മന്ത്രവാദത്തിന്റെ, കൂടോത്രത്തിന്റെ, ക്ഷുദ്രത്തിന്റെ, സർപ്പദോഷത്തിന്റെ, വശീകരണ യന്ത്രങ്ങളുടെ, വലിയ പൈശാചിക ശക്തികളുടെ എല്ലാ അരൂപികള്, കൈവിഷത്തിന്റെ ശക്തികൾ കർത്താവെ, അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളോ ഞങ്ങളുടെ പൂർവീകരോ ഞങ്ങളുടെ കുടുംബാംഗങ്ങളോ ഇതിന്റെ പിന്നാലെ പോയി, ചാത്തൻ സേവയുടെ പിന്നാലെ പോയ അവസ്ഥയിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള പൈശാചിക ശക്തികളെ, ആഭിചാരി ശക്തികളെ കർത്താവെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കുടുംബത്തിന്റെ, ബിസിനസിന്റെ, ജീവിതത്തിന്റെ നാശത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരെ ആരെങ്കിലും ഒക്കെ ചെയ്തു വച്ചിരിക്കുന്ന ക്ഷുദ്ര ശക്തികൾ, പ്രവർത്തികൾ, ആഭിചാര പ്രവർത്തികൾ, ഞങ്ങൾക്കെതിരെ ചെയ്തിരിക്കുന്ന ചാത്തന സേവയുടെ ശക്തികള്, സർപ്പദോഷത്തിന്റെ ശക്തികള്, കൈവിഷ ശക്തികള്, ഈശോയെ അങ്ങയുടെ തിരുസ്ഥാനത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ മക്കളെ, സാമ്പത്തിക മേഖലകളെ, ജോലി മേഖലകളെ, ഇന്ന് ഞങ്ങളുടെ തലമുറയെ പല വിധത്തിൽ തടസ്സപ്പെടുത്തുന്ന ഈ മേഖലകളിലുള്ള എല്ലാ ശക്തികളെയും, എല്ലാ സാന്നിധ്യങ്ങളെയും, എല്ലാ അരൂപികളെയും കർത്താവേ അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോ ആകാശത്തിലും ഭൂമിയിലുമുള്ള സകല മുട്ടുകളും അടങ്ങുന്ന അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ, അങ്ങയുടെ കുരിശു മരണത്തിന്റെ യോഗ്യതയാൽ, അങ്ങ് ചിന്തിയ പരിശുദ്ധ രക്തത്തിന്റെ യോഗ്യതയാൽ, ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ കർത്താവേ ആധിപത്യങ്ങളും അധികാരങ്ങളും ശക്തികളും സാന്നിധ്യങ്ങളും ഇപ്പോൾ നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ നിന്ന് ഈ മക്കളുടെ കുടുംബത്തിന് മേലുള്ള, ജീവിതത്തിന് മേലുള്ള, ഇവിടെ പ്രിയപ്പെട്ടവരുടെ മേലുള്ള ആഭിചാര, മന്ത്രവാദ, കൂടോത്ര ശക്തികൾ ഇപ്പോൾ നിർവീര്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ ശക്തി വിശുദ്ധ കുർബാനയിൽ നിന്ന് ഈ മക്കളിലേക്ക്, ഇവിടെ കുടുംബത്തിലേക്ക്, ഇവരുടെ പ്രിയപ്പെട്ട മക്കളിലേക്ക്, ജോലി മേഖലകളിലേക്ക്, മക്കളുടെ പഠനത്തിലേക്ക്, പിശാചുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അവസ്ഥകളിലേക്കും ഇപ്പോൾ പ്രവഹിക്കട്ടെ. കർത്താവേ ആ വലിയ ശക്തി ഒഴുകട്ടെ. നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ സാത്താന ശക്തികൾ, അന്ധകാര ശക്തികൾ, ദുരാത്മ ദുർഭൂതങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് കീഴ്പ്പെടട്ടെ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പിശാചുകളെ ബഹിഷ്കരിക്കുവാൻ, രോഗികളെ സുഖപ്പെടുത്തുവാൻ അങ്ങ് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിന്റെ ശക്തിയാൽ സഭയുടെ കൂട്ടായ്മയില്, ദിവ്യകാരണത്തിന് മുമ്പില് ഈ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ കൂട്ടായ്മയുടെ ശക്തി, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് മാമോദിസ സ്വീകരിച്ച ദൈവമക്കളുടെ ആ വലിയ ശക്തിയില് ഞങ്ങൾ ഒരുമിച്ച് ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിടുവിക്കുന്നു. ഞങ്ങൾ മോചനം പ്രാപിക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ ശക്തി പ്രാപിക്കട്ടെ. ഇപ്പോൾ ദൈവിക ചൈതന്യം നിറയട്ടെ, കർത്താവിന്റെ സാന്നിധ്യം നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ, സ്വർഗീയര് നിറയട്ടെ, മാലാഖമാര് നിറയട്ടെ, പരിശുദ്ധമാ കാവൽ നിൽക്കട്ടെ. യോസേപ്പിതാവ് ഇറങ്ങി വരട്ടെ. വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ മാലാഖമാര് സാന്നിധ്യം നൽകട്ടെ. വലിയ വിടുതൽ, വലിയ സ്വാതന്ത്ര്യം, വലിയ അഭിഷേകം, വലിയ ദൈവിക ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ. എല്ലാ വ്യക്തിപരമായ ഈ അവസ്ഥകളും നിയോഗങ്ങളും കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധനയുടെ ആശീർവാദ സമയത്ത് കർത്താവിന് വലിയ ശക്തി അതിന്റെ പൂർണ്ണതയിൽ പ്രകടമാകാൻ വേണ്ടി ആഗ്രഹിച്ച് ഈ ആഭിചാര്യ, മന്ത്രവാദി പറഞ്ഞ മേഖലകൾ, കൈവിഷത്തിന്റെ ശക്തികൾ, ആധിപത്യങ്ങൾ, അധികാരങ്ങളൊക്കെ നിർവീര്യമാക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും. മക്കളെ, നമുക്കെതിരെ ചെയ്ത പ്രവർത്തികൾ ഒത്തിരിയേറെ മക്കൾ പറയുണ്ടായി. വീടിന്റെ മുറ്റത്ത് സൈഡില് ഒത്തിരി ആഭിചാര വസ്തുക്കൾ, മുട്ട അല്ലെങ്കിൽ തകിട്, മറ്റു പല വസ്തുക്കൾ കൊണ്ടുവന്നിട്ട് കുടുംബത്തെ നശിപ്പിക്കുന്ന ആ അതിലൂടെ വന്ന പൈശാചിക ശക്തികള് ഇതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആധിപത്യങ്ങളും അധികാരം അവസാനിക്കട്ടെ. അതുമായിട്ട് ബന്ധപ്പെട്ട രൂപികൾ നിർവീര്യമാക്കപ്പെടട്ടെ. ആ വസ്തുക്കളുടെ ആ സാന്നിധ്യത്തിലൂടെ കടന്നു വന്ന രൂപികളെല്ലാം നിർവീര്യമാക്കപ്പെടട്ടെ. അങ്ങയുടെ സാന്നിധ്യ ശക്തി, അങ്ങയുടെ അധികാര ശക്തി, അങ്ങയുടെ പരമാധികാരം, അങ്ങയുടെ ആധിപത്യം ഇപ്പൊ ഞങ്ങളുടെ കുടുംബത്തിലും ജീവിതത്തിലും മണ്ണിലും വീട്ടിലും എല്ലാ മക്കളിലും സംസ്ഥാപിതമാക്കപ്പെടട്ടെ. വലിയ പ്രാർത്ഥനയോടെ കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി ഈ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധ ശരീരത്താലും
വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവ്, ആശീർവാദ സമയത്ത് ദിവ്യകാരുണ്യത്തിൽ നിന്ന് അങ്ങയുടെ വലിയ ശക്തി, അങ്ങയുടെ വരങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ആധിപത്യങ്ങളെ, അധികാരങ്ങളെ നിരായുധമാക്കുന്ന കുരിശുമാന ശക്തി നിറച്ച് ഈ മക്കളെ വിടുവിക്കണമേ, മോചിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരീശോയെ, അങ്ങയുടെ സാന്നിധ്യം ഈ മക്കളോട് കൂടി ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ കരബലം ഈ മക്കളുടെ കുടുംബത്തിലും ജീവിതത്തിലും ഇവരുടെ പ്രിയപ്പെട്ട മക്കളിലും പ്രകടമാക്കണമേ. അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവ് എല്ലാ കുടുംബത്തിൻ്റെയും എല്ലാ മക്കളുടെയും അധികാരവും ആധിപത്യവും ഏറ്റെടുക്കട്ടെ. മറ്റൊരാത്മാവും മറ്റൊരാത്മാക്കളും ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളെ നയിക്കാനോ നിയന്ത്രിക്കാനോ ഇടയാകരുതേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ.